സ്ഥലത്ത് അവൻ വരാണെങ്കിൽ ഞാൻ ഇഷ്ടിക എടുത്ത് അവൻ്റെ തലക്കറിയും. അപ്പൊ അവൻ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NM10 ഗെയിമിംഗിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ഹൊറർ ടെയിൽ 2 ആയിട്ടാണ്. സമാന്ത എന്നാണ് അതിൻ്റെ പേര്, ഫുൾ നെയിം അങ്ങനെയാണ് അതിൽ കൊടുത്തേക്കണേ. സോ ആദ്യത്തെ ഹൊറർ ടെയിൽ 1 ആരെയും കാണാതുണ്ടെങ്കിൽ ചാനൽ ഇറക്കുന്നുണ്ട്, ഞാൻ ഇവിടെ ഐ ബട്ടണിലും കൊടുക്കാം. എല്ലാവരും പോയി ചെക്കൗട്ട് കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെയുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മൾ ന്യൂ ഗെയിം തുടങ്ങുന്നു. ഈ നോർമൽ ഇവിടെ അഡീഷണൽ ഡേഞ്ചേഴ്സ് എന്നൊക്കെ ഡേഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണോ എന്തോ കണ്ടറിയാം. സോ ലെറ്റ്സ് ഗോ. ആംബിയൻസ് ഒക്കെ മാറിയതുണ്ട, സെറ്റ് തന്നെ. ഇത് പണിയാവോന്ന് അറിഞ്ഞൂടാ. ഇതും കുറച്ച് പണിയായിരിക്കാം. കാര്യം പാർട്ട് 1 തന്നെ അല്ല, ആദ്യത്തെ ഇതന്നെ മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കണമായിരുന്നല്ലോ. കുറെ പസില് എന്തിട്ടത്. ഇതെങ്ങനെ ഉണ്ടാവും അറിഞ്ഞൂടാ. നമ്മളിപ്പോ ഏതോ സെല്ലിലാണ്. അതെ, പുറത്ത് കിടക്കണം മിസ്റ്റർ. അപ്പോ നമ്മളെങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയാത്തുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മ അവസാനം ചെയ്ത ഹൊറർ ടെയിൽ 1ന്റെ വീഡിയോയിലുണ്ട്, ലാസ്റ്റ് ചെയ്തതിൽ. അതിൽ നമ്മൾ പറയുന്നുണ്ട്, അതിൽ കാണിക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന്. അത് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പോയി കണ്ടിട്ട് വരാം. അതിൻ്റെ കണ്ടിന്യൂഷനും കാര്യങ്ങളാണ് ഈ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹൊറർ ടെയിൽ 2 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഡേറ്റ് ഉണ്ട്, ഇവിടെ ഷവല് വേണ്ടി വരും. ഇവിടെ ഒരു വോള് നമ്മൾ നേരത്തെ ഞാൻ തിരിഞ്ഞപ്പോൾ അവിടെ ഒരു കൈച്ചിഹ്നം കണ്ടു, അതിനാണ് ഞാൻ ഇത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചത്. സോ നമുക്ക് ഇതൊക്കെ എടുത്ത് എറിഞ്ഞു കളയാം വേഗം തന്നെ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാം. ഇവിടെ എന്തോ ഇത് വെച്ചിട്ടുണ്ടല്ലോ. സോ ഇത് ഏതോ ഒരാളുടെ ഡയറിയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതിലെന്ന് പറയണത് ഇവന് ചിലപ്പോൾ വേണ്ടി വരുന്നത് എന്തെങ്കിലും ആയിരിക്കും. അത് നമ്മുടെ പാരൻസിൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് തോന്നുന്നത് നമ്മളെ വിടാത്തത്. ഓക്കെ, സോ ഇതിൽ പിന്നെയും പറയേണ്ടത്, അതായത് നമ്മളെല്ലാവരും ഒരുമിച്ച് പൂട്ടിയ, പക്ഷേ സാം, അതായത് സമാന്ത എന്നാണ് എൻ്റെ പേര്, ആളിവിടെ വന്നിട്ട് കുറേ നാളായി. പക്ഷെ അത്രയും നാൾ ഒറ്റയ്ക്ക് വരുന്ന കൂടി ഇരുന്നത്, പിന്നെയാണ് നമ്മളൊക്കെ വന്നത്. ഓക്കെ, ആളിപ്പോൾ ഇവിടെ കുറേ നാൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ടാണ് അവിടെ അതിൽ അങ്ങനെ എഴുതി വെച്ചേക്കണം. എന്നിട്ട് ഇതിങ്ങനെ പോണേ. ഓക്കെ, സോ നമ്മളിവിടെ ഒരു കുഴി ഒഴിച്ച് നമ്മൾ ഇതിൽ കൂടെ പുറത്ത് പോകുന്നു. പുറത്ത് പോയിട്ട് അതെ 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 ഇത്ര സീരിയസ് ആയിട്ട് ഇരിക്കുമ്പോൾ ചിരിക്കാൻ കാണിക്കണം മനസ്സ് കൊള്ളാം. ഓക്കെ, ഇതൊരുമാതിരി വൃത്തികെട്ടൊരു എന്തത് പെട്ടു. ഓക്കെ, ഇതൊക്കെ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞത്. ഒരു കുട്ടി ഇരിക്കണു ഇവിടെ. ഓ സമാന്ത. അതെ അതെ, ഞാൻ തന്നെ. എന്നറിയാം. ഇല്ല എനിക്ക് ഓർമ്മയൊന്നുമില്ല. പറ. I skipped a lot of classes back then. അതെ. You were unconscious all day. That was a hell of a beating you took. I guess. I don't even remember how he caught me. And you're Samantha, right? Yes. Yeah. I'm just Sam to my friends. But I'm never gonna see my friends again. So... Wait, how did you end up here? That guy with the rabbit mask caught me off guard. I woke up here. Later, he brought Billy and Emma. They prayed all the time. But as you can see, it didn't help. Long story short, nothing good. Do you mean you were the first? I see. You won't believe it. I saw him turn my friend into a doll? Yeah, I know. I know a lot about him, unfortunately. In fact, pretending to be his friend has saved me so far. Until I decided to try to escape last week. Now, no more chances. Soon I'll be a nice wooden doll. Wait! Let me help you escape. Aw, come on. No chances. Your friend, Harry, spent half the night trying to figure out how to escape. You saw the result. You'll get caught right after getting out the door. So enjoy your freedom while you can. Don't say that, Sam. Here's my walkie-talkie. I've got another one at the farm. I'll find it and get back to you. Yeah, give it a shot. Maybe you'll get lucky. Okay,
നമ്മളിവിടെ എത്തി. അപ്പം ഇവൾക്ക് എന്നെ മനസ്സിലായി, ഞാനാണ് ടോം എന്ന് മനസ്സിലായി. ചോദിക്കാണ്, അല്ല നിനക്ക് എങ്ങനെ എന്നെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ പറയണു, നീ അവിടെ മറ്റേ ഇവരൊക്കെ ഒരുമിച്ചാട്ടാ പഠിച്ചത്. സോ ഒരു സ്കൂളിലാണ്. അപ്പോൾ ചോദിച്ചു, നീ അവിടെ ഹെഡ് മാസ്റ്ററിൻ്റെ ഓഫീസിലൊക്കെ പോണവരെ കാണാറുണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ക്ലാസ്സിലൊന്നും കയറാറില്ല, അങ്ങനെ തല തെറിച്ച ചെക്കനാണ് നമ്മ. ഓക്കെ, സോ ഇപ്പോൾ പറയണത് എന്ന് വെച്ചാൽ ഇവളിവിടെ വന്നിട്ട് കുറേ നാളെ കഴിഞ്ഞിട്ട് എമ്മേനെയും ബില്ലിനെയും അവിടെ കൊണ്ടിട്ടു. അവരാണെങ്കിൽ ഫുള്ള് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവളൊരു പ്രാവശ്യം രക്ഷപ്പെടാൻ നോക്കി, പക്ഷേ നടന്നില്ല. അവൻ കയറി അവൻ പിടിച്ചു വെച്ചു. പിന്നെ ഇപ്പോൾ ചെങ്ങലിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇവള് പറയണ, ഇവൾക്കിപ്പോൾ ഒരു ഹോപ്പില്ല, രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ ഒന്നൊരു ഹോപ്പില്ല. അപ്പോൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഇവൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞു, ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അവള് പറഞ്ഞു, വെറുതെ സമയം കളയണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വാക്കിട്ടോക്കി അവൾക്ക് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് നമ്മ പറഞ്ഞു, ഫാമിൽ വേറൊരു വാക്കിട്ടോക്കി ഞാൻ അതെടുത്ത് നിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ചിലപ്പോൾ ലക്കി ആവാം, ട്രൈ ചെയ്തോളാൻ പറഞ്ഞു. നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. ഓക്കെ, സോ ഞാൻ പോയിട്ട് വരാം, ബൈ. ഓക്കെ, സോ ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഡോർ തുറന്നു. വാ പൊളിച്ച് നോക്കിരിക്കാണ്ട് മറോ ഇപ്പൊ അത് വായി കയറി ഇരിക്കത്. എന്റെ പൊന്നി അവിടെ നിൽക്ക്, ഞാൻ ഓടിപ്പോട്ടെ. അയാള് അവിടെ പണിയെടുക്കായിരുന്നു. സൈഡിൽ കൂടെ ഓടിപ്പോയാൽ മതിയായിരുന്നു. അവനെ കയറി ബുദ്ധിമുട്ടിച്ചു. നമ്മളെ പുറകെ കയറി വന്നത് എവിടെ? ഓ, ഇത് മറ്റേ സ്ഥലം. സോ നമുക്ക് കയറി, ഇത് മറ്റേ സ്ഥലം, നെയിൽസ് കിട്ടിയ സ്ഥലമാണ്. നെയിൽസ്. സോ നമുക്ക് ഇവിടെ ഇനി നിൽക്കണ്ട, അത്ര സേഫ് അല്ല ഇവിടെ നിൽക്കണത്. നമുക്കിനി വേഗം ഇവിടെ നിന്ന് പോവാം, രാജ്യം വിടാം. ആണ് ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ചെയ്യണത് അങ്ങനെ, ഞാനൊക്കെ അങ്ങനെ ചെയ്യാം. ബ്ലോക്ക്ഡ് കഴിഞ്ഞതിൽ അവസാനം തുറന്നൂലോ, എന്നിട്ട് ഇപ്പൊ ലോക്ക്ഡ് നോക്കുക. ഓക്കെ, ഇത് അതിന്റെ പനി, ഇത് ഈ വഴി പോണ്ട, ഇത് മറ്റേ അതിന്റെ അവിടേക്ക് തന്നെ എത്തും. അടച്ചിട്ടേക്ക്, ആ വഴി പോണ്ട, അത് പണിയാ. വരുന്നു കണ്ടോ കണ്ടില്ല ഭാഗ്യം. നമുക്ക് ഫാമിലിക്കാണ് പോകേണ്ടത്. റെയിൽവേ സ്റ്റേഷനൊക്കെ വന്നേക്കണേ. എൻ്റെ ഇപ്പൊ ഇജാതി ഇമ്പ്രൂവ്മെന്റ് അല്ല ഇജാതി സാധനം. സോ ഗൈസ്, നമ്മ ഫാമിലി ഇവിടെ ഫുള്ള് നൈറ്റാണ്, രാത്രിയായി ഇപ്പോൾ ഇവിടെ. അതാണ് സീൻ. രാത്രി ആകുമ്പോഴേക്കും കണ്ണ് കണ്ടുകൂടാ. നമുക്ക് ഇവിടെ ഒരു walkie talkie ഉണ്ട്, നമ്മൾ എടുക്കുന്നു, വിളിക്കുന്നു. സാം ഡു കോപ്പി. കേൾക്കുന്നില്ല. ഇതൊക്കെ എന്ത് സിമ്പിൾ. ഓക്കെ, സോ ഇവിടെ ഇപ്പം നടന്നെന്ന് വെച്ചാൽ അമ്മ ഇവിടെ എത്തിയ കാര്യം അവള് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവള് പറഞ്ഞു, എന്തോ കിങ്ങിന്റെ ക്രൗണും കാര്യങ്ങളും വേണമെന്ന്. അതുണ്ടെങ്കിൽ എന്തോ സംഭവം ചെയ്യാന്ന് പറഞ്ഞു. അത് എന്താന്ന് എനിക്ക് അത്ര മനസ്സിലായില്ല, കിങ്ങിന്റെ ക്രൗണും കാര്യങ്ങളും. ഓക്കെ, പിന്നെ ഇപ്പൊ എന്തൊരു എം ടി എന്തിട്ടാന്ന്, എം ടി ഓയിൽ ക്യാൻ. അപ്പോൾ ഓയിൽ നിറയ്ക്കാനിരിക്കും. എന്നിട്ട് പറഞ്ഞു, നമുക്ക് അവനെ അവളെ ഞാൻ വന്ന് രക്ഷിക്കാന്ന് പറഞ്ഞു. ഇവൻ താക്കോലെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ അവൻ്റെ എടുക്കാന്ന് പറഞ്ഞു. അവള് പറഞ്ഞു, അത്ര കോൺഫിഡന്റ് ആവണ്ട, അവൻ നിന്നെക്കാട്ട് ശക്തനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു, എന്നാ പിന്നെ എന്തിട്ട് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, ഉറക്ക ഗുളിക കഴിച്ചവനെ ഉറക്കി കിടത്താന്ന്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവൻ ഫുഡ് കൊടുക്കാൻ വേണ്ടി വരും. അപ്പം സെല്ല് ഓപ്പൺ ആയിരിക്കും. അപ്പം ഇവളെ എന്തെങ്കിലും ചെയ്യാന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഉറക്ക ഗുളിക കണ്ടുപിടിക്കണം, പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ആ താക്കോൽ അടിച്ച് മാറ്റണം. എന്നാലൊക്കെയാണ് ഇവളെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സോ നമുക്കിപ്പം സ്കൂളിൽ പോവാം. തുറക്ക്. സ്കൂള് പൂട്ടിയേക്കാണ് കഴിച്ചത്. അവിടെ ഇവിടെയൊക്കെ ലൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ആയിരിക്കും അതിൻ്റെ താക്കോലെന്ന് പറഞ്ഞു പോയി. അപ്പം അമ്മ എവിടെയാ? അതാണ് അടുത്ത ചോദ്യം. അമ്മ എവിടെയാ? അല്ലേ, സോ ഈ വഴി പോകാൻ പറ്റില്ല. സൂപ്പർ. ഓക്കെ, അപ്പോൾ ആ വഴി പോകാൻ പറ്റില്ല, അത് പൂട്ടിയേക്കാണ്. സോ നമുക്കിനി ഈ വഴി തന്നെ പോകേണ്ടി വരും. അപ്പോൾ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് മൈനിലേക്ക് പോകാം. മൈനിൽ ചെന്നിട്ട് അവിടെ എന്തിട്ട് കാണിക്കാനാണോ എന്തോ ഒന്നും അറിഞ്ഞൂടെ എനിക്ക് ഇതിനെ കുറിച്ച്. ഓക്കെ ഗൈസ്, സോ നമ്മൾ മൈനിലെത്തി.
ഇതൊക്കെ എങ്ങനെ എടുക്കാവോ? എന്താ ചെയ്യണ്ട? പൊളിച്ചിരിക്കാണ്ട് ഇഷ്ടിക എടുത്തേക്കാം. വരാണെങ്കിൽ തല തല്ലി പൊളിക്കാലോ. ഇവിടെ എന്തുണ്ട്? ചാക്ക്, ട്രോളി. അവന്റെ വരവ് ഇങ്ങോട്ടാ. Seems durable, but it looks like it's the only way forward. Go back to your cell. It's so cold. ഞാൻ എന്താ ഇവിടെ നിക്കണെന്ന് വെച്ചാല് അവന് ഏത് 2 സൈഡിൽ നിന്ന് വരാൻ പറ്റും അവന്. അപ്പൊ നമ്മ പോയ അവന്റെ വായ കീറി ചെന്ന് കൊടുക്കണ പോലെയോ. Damn, I'm tired of walking. Where are all the items? ഓക്കെ, ഇഷ്ടിക Let's എടുത്തു. be friends. അപ്പൊ ഇതാ മറ്റേ കാർഗോ ഉപയോഗിച്ച് പൊട്ടിക്കണം ആ സാധനം. അപ്പൊ ഇതിനെ നമ്മൾ ഇവിടെ ചാവോ? അപ്പൊ ചാക്ക് വെച്ച് അതിന് കനം കൂട്ടണമായിരിക്കും. യെസ്. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇനി നമുക്ക് ചാക്ക് കണ്ടുപിടിക്കാം. ചാക്കുകൾ ഇനി എവിടെയാണോ എന്തോ. ഇവിടെ ഒന്നും എനിക്കൊന്നും കാണുന്നില്ലടാ. ആകെ ഇരുട്ട്. ഓക്കെ. ഓ ഗൈസ്, ഇതിന്റെ സ്പീഡ് കുറയുണ്ട് നമ്മുടെ. ഇവിടെ എന്തോ പിക്ക് ലോക്ക്. അപ്പൊ പൂട്ട് തുറക്കാനായിരിക്കില്ലേ അത്? What a weird noise. എനിക്കറിയോ സ്പീഡില്ല ഓടിപ്പോവാൻ. നമ്മ ക്രൗച്ച് ചെയ്തിട്ടാട്ടാ പോണ ഗൈസ്. അവിടെ എത്തുന്നു, വെക്കുന്നു. These bags and I'll be huge like Schwarzenegger from Terminator. പോയാ? I'll be back. പോയി. സോ പിക്ക് ലോക്ക് കിട്ടി നമുക്ക്. പിക്ക് ലോക്ക് സൈക്കിൾ എടുത്ത് വയ്ക്കാം, ആവശ്യം വരുമായിരിക്കും. സോ ഇനി നമുക്ക് ഒരു ചാക്ക് കൂടി വേണമായിരിക്കും തോന്നുന്നുണ്ട്. അവിടെ 3 ചാക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. Friend has been waiting. എന്താ ചെയ്യണ്ടേ? Come out. Don't be afraid. അയ്യോ, കേറിയിടുന്നതും അവൻ വരലൊരു ഒരുമിച്ചായി പോയി. അടുത്ത ചാക്ക് കിട്ടി നമുക്ക്. അടുത്ത ചാക്ക് കിട്ടി. സോ ഇതെങ്ങനെ ഞാൻ മുകളിൽ എത്തിക്കാം? ഇതാണെങ്കിൽ ഭാരം കൂടുതലാ. വഴി. ഓ എടാ, ഇതൊരു വഴി ഉണ്ടായിരുന്നില്ലേ? ഓക്കേ. അപ്പൊ കട്ടെടുക്ക. ഓട്. നിക്കണ്ട, ഓടിക്കോ. അമ്മേ, നമുക്ക് അടുത്ത ചാക്ക് കിട്ടി. നമുക്കപ്പൊ ഈ വഴി കൊണ്ടുപോവാം മുകളിലേക്ക്. യെസ്. ഓ അമ്മേ, അയ്യോ എന്നെ കൊണ്ടുപോണേ. അയ്യോ, എന്റെ കയ്യൊക്കെ ഇറച്ച് ഗൈസ്. അമ്മേ, എനിക്ക് ഉറപ്പായിരുന്നു അവൻ ആ വഴി വരുന്നു. Where are you going? വർക്കായില്ല. അത് ചീറ്റി. അയ്യോ, എടുക്ക്. ആ കിട്ടി. അവന്റെ തലക്ക് തന്നെ കിട്ടി. ഗൈസ്, ഇതെങ്ങനെ നമ്മൾ ഇപ്പൊ ആ ചാക്ക് മുകളിലേക്ക് എങ്ങനെ എത്തിക്കിപ്പോ? വലിയ ടാസ്ക് ആയി പോയി തന്നത്. പണി നമ്മളെ കൊണ്ട് നടക്കില്ല. എന്റെ അപ്പോ എന്നെ ഒരു ഗ്യാപ്പ് ആണോ ഇങ്ങനെ ഇട്ട് പുറകെ കൂടെ ഓടിക്കാണ്ട്? You can't hide forever. അവനിപ്പോ മോളിൽ കൂടെ ഇവിടെ വന്ന് താഴേക്ക് ചാടിയ നമ്മുടെ കാര്യത്തിൽ തീരുമാനം. ഇവിടെ ചാക്ക് എവിടെ ഇട്ട് ഞാൻ ചാക്ക് എടുക്ക. നമുക്ക് സ്പീഡില്ല ഗൈസ്, സ്പീഡ് പോരാ. Go back to your cell. ഗൈസ്, നമ്മ വളരെ ശ്രദ്ധിച്ചാണ് പോണത്. കേറ്റി. പോ. ഇതിന്റെ ഉള്ളിൽ കയറിക്ക്. സേഫ് അതാ. യെസ്, പൊട്ടി ഗൈസ്, പൊട്ടി. അത് പൊട്ടി. നമ്മ അതിന്റെ ഉള്ളിൽ കൂടെ പോണായിരിക്കും. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് എനിക്ക് വയ്യ. അങ്ങനെ നമ്മ ആ ഒച്ച കേട്ടിട്ട് ഞാൻ അവനെ എത്താണെങ്കിൽ തീർന്നു. കളി തീർന്നേനെപ്പോ. കളി വരും. ഓക്കെ, നമ്മൾ അതിന്റെ ഉള്ളിൽ കടന്നു. ഇനി ഇവിടെ ഓടാം. ഇവിടെ എന്താ? I don't need it in the basket. Gear seems to be missing. I don't think the trolley would move without it. Gear seems to be missing. I don't think the trolley would move without it. ഓ, അപ്പൊ ഒരു ഗിയർ വേണം ഇവിടെ Gear വെക്കാൻ. seems to be ഇവിടെ missing. ഇരിക്കും. I don't think the trolley would move without it. ഇവിടെ എന്താ വേണ്ടേ? അവിടെ ഒന്നും വേണ്ട. ഇവിടെ എന്തേലും വെച്ചിട്ട് പോണം. യെസ്, അതാണ് സംഭവം. അപ്പൊ അത് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് പണിയായിരിക്കും. ചാക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊരു ട്രോഫി. My collection is growing. ഡെഡ് എൻഡ്. Waiting for you.
അയ്യോ ഇവിടെ എത്രയുള്ളൂ. Gear seems to be missing. I don't think അപ്പൊ the നമുക്ക് trolley ഗിയർ കണ്ടുപിടിക്കണം. അയ്യേ ഞാൻ വിചാരിച്ചു ഇവിടെ കുറെ സാധനങ്ങൾ ഉണ്ടാവുന്നു, ഇവിടെ ഒന്നുമില്ല. നമുക്ക് ഇറങ്ങാം. ഓ വിചാരിച്ച പോലെ തന്നെ എന്റെ പൊന്നെ, എനിക്ക് തോന്നിയത് അവിടെ തന്നെ ഉണ്ടാവുന്നു. റെയിൽവേ സ്റ്റേഷൻ പോട്ടെ. ഓ ഫൈനലി. ഓക്കെ, സോ നമ്മളിവിടെ എത്തി. ഇനി ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇവിടെ എന്തിട്ടോ നമ്മ കുറെ ലോക്കർ, പിക്ക് ലോക്ക്. അപ്പോൾ അത് പൂട്ട് തുറക്കാനായിരിക്കണമല്ലോ. അത് നമുക്ക് തുറക്കാൻ നോക്കാം. ഇനി ആദ്യം ഇവിടെ എന്തെങ്കിലും അരിച്ച് പറക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിലോ. ഇത് ആദ്യം ഇട്ടിട്ട് ഒരു വീടിന്റെ വാതിൽ തുറക്കാൻ പറ്റണേ. ലിസ്റ്റ് ഓഫ് മെയിൽ ബോക്സ്. എന്തിനത്? വാതിൽ തുറക്കുമ്പോ അവനെങ്ങനെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ കോമഡി ആവട്ടാ. ട്രെയിൻ. എന്റെ മോനെ ട്രെയിനൊക്കെ ഇജാതി. പോയി ആഴിക്കൊക്കെ എന്തുണ്ടല്ലോ മോനെ. ഇവിടെ തേനീച്ച. scare the bees away. ഓ അപ്പൊ ബീസിനെ ഓടിക്കണം, തേനീച്ചനെ ഓടിക്കണം. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കിട്ടും. ഓർക്കാനൊന്നും പറ്റില്ല. ഓക്കെ. Looks like an oil tank. ഓ അപ്പൊ ഇതിലേക്കാണ്. അപ്പൊ ഇതിലാണപ്പോ ഇതിലാണപ്പോ നമുക്ക് ഓയിൽ ഒഴിക്കണ്ട. അപ്പൊ അതിന് നമുക്ക് ഇതിന് അടപ്പില്ല എന്ന് പറയുന്നുണ്ട്. അടപ്പും കണ്ടുപിടിക്കാം. നമ്മുടെ കയ്യിൽ ഓയിൽ ക്യാനുള്ള എംറ്റിയാണത്. ഓയിലില്ലേല് അത് ഒഴിക്കണം. എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതേ വരുന്നു. ഞാൻ പറഞ്ഞ പോലെ ചെയ്തറാ. ഞാൻ പറഞ്ഞില്ല അവരെങ്ങനെ അവഴി വരാണെങ്കിലോ ഒന്നും പറഞ്ഞത്. അത് അങ്ങനെ ചെയ്ത് ഇതനുസരണുള്ള ചെക്കൻ. അവിടെ ഇവിടെ ഒന്നുമില്ലേ? എന്തത്? അവിടെ പിന്നെ ഇതെന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞ കുറച്ചെങ്കിലും ഗുണമുണ്ടായാന്. I need something to scare the bees away. ഇത് മൂവബിളാണ്. ഇത് വരുന്നേ. I can see. അവിടെ ഇവിടെ ഒന്നും എന്തോ ഒന്നുമില്ലാത്ത. ഞാൻ എന്താ I'm not ചെയ്യാ? going to walk. അപ്പൊ അവിടെ എന്തിട്ടു? അയ്യോ ഇത് മൊത്തം ഭ്രാന്താക്കിരോ. It's time to get out. Fools. Locked. അവിടെ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാ? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പുതിയ പുതിയ വഴികൾ കൊള്ളാം. അത് നൈസായിട്ടുണ്ട്. അവന് നമ്മ രക്ഷപ്പെട്ടപ്പോൾ അവളവിടെ കുറച്ചുകൂടി കൂടുതൽ അപ്ഗ്രേഡ്സ് വെച്ച് ഇനി അവൻ നമ്മുടെ ഇതിന്റെ മുകളിൽ കയറി എനിക്ക് നോക്കണം. ഇങ്ങോട്ട് വാ നീ. ഇങ്ങോട്ട് വേടാ നീ. മോളിക്ക് കയറാ നീ. എന്തേ മോളിക്ക് കയറണില്ലേ? കയറാ നീ. കയറാ അല്ലേ. നമുക്കിനി ഇവിടെ ഒന്ന് അരിച്ച് പറക്കിയിട്ട് പോവാം. കാരണം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നോക്കിയിട്ട് ഒരു ഇവിടത്തെ അത് കളഞ്ഞ ബോക്സ് ഒക്കെ അവൻ കളഞ്ഞു. കാരണം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നോക്കിയിട്ട് ഒരു സാധനം ഞാൻ കണ്ടില്ല. പിന്നെ എന്തേനാ ബ്ലോക്ക്. എടാ റെയിൽവേ സ്റ്റേഷനിലും ഇല്ല, മൈൻഡിലും ഇല്ല. പിന്നെ എന്തിട്ട് ഇതെന്താ ചെയ്യണ്ടേ? വെയിറ്റ് ഇത് ഇവിടെ എന്തോ. How can I get it off? I think we studied magnetism last year. I'll have to look for a textbook. ഇനി ഞാൻ പോയി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പോയി പഠിക്കാം. പൊക്കോട്ട അവിടെ നിന്ന് ഇവന് ടെസ്റ്റ് കാണുമ്പോൾ ടെസ്റ്റ് വേണമെങ്കിൽ എവിടെ ഉണ്ടാവാ? ഇവിടെ അതടച്ച് ടെക്സ്റ്റ് ബുക്ക് വേണമെന്ന്. ടെക്സ്റ്റ് സ്കൂളിൽ ഉണ്ടാവുക. പിന്നെ സ്കൂളിൽ പോകണമായിരിക്കും. സ്കൂളിൽ പോകണമെങ്കിൽ നമ്മ എന്ത് വേണം? ഇത് വേണം. സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഇത് വേണ്ടേ? താക്കോലുണ്ട്. താക്കോലാണെങ്കിൽ അമ്മയുടെ കയ്യിലും. അമ്മ എവിടെയാന്ന് എനിക്ക് ഇറക്കണ്ടേ? ഇതിലാണെങ്കിൽ ഒരു സാധനം ഇതിലും ഇല്ല ഒന്നും. ഇവിടെ ഇല്ലാന്ന് തോന്നിട്ട് ഒന്നും. ഇവിടെ എന്ത് ഗെയിം ഇത്? ഇതൊന്നുമില്ലാത്ത സാധനം വിട്ടുപോയി. ഇങ്ങോട്ട് ഓടാം. ഒരു മെയ്സാണ് ഗൈസ്. മെയ്സ് എങ്ങനെ പോലും കറങ്ങി തിരിഞ്ഞ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിച്ചേരും. സ്ഥലത്ത് അവൻ വരാണെങ്കിൽ ഞാൻ ഇഷ്ടിക എടുത്ത് അവൻ്റെ തലക്കറിയും. അപ്പൊ അവൻ പറഞ്ഞത് പോലെ ചെയ്തല്ലോ ഞാൻ. എൻ്റെ പൊന്നെ, ഇങ്ങനൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂ. പറഞ്ഞില്ലേ അവനെ അങ്ങനെ നമ്മളെ അപ്പുറത്തോടെ നമ്മൾ തീർന്നു.
അപ്പൊ ഇത് Is there പൊട്ടിക്കണം. any way to break it? ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും. ഈ വഴി പക്ഷെ അവിടെ അടച്ചിട്ടേക്കാവുള്ള. പിന്നെ എന്നിട്ടാ എങ്ങനെ ഇവിടെ നിന്ന് പുറത്തെടുക്കാം? ഇതാണെങ്കിൽ ഇവിടെ മൊത്തം ഇരുട്ട്. അപ്പൊ ഇഷ്ടിക എറിഞ്ഞിട്ടാണ് അത് പൊട്ടിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൻ ചെയ്തോളാം കേട്ടാ. നമ്മളിങ്ങനെ ഓടിപ്പോവും, ഇഷ്ടിക എടുത്ത് എറിയും എന്നൊക്കെ പറഞ്ഞ്. തുറന്നേ. The house has been termite treated. I won't go in there. ഗായ്സ്, നമുക്ക് താക്കോല് കിട്ടി. സ്കൂളിന്റെ താക്കോല് കിട്ടി. ഓ, അത് ഈ വീട്ടിൽ തന്നെ അവൻ ഇട്ട് വെച്ചേക്ക. അപ്പൊ ഇവന്റെ ടീച്ചറാ, ഇവന്റെ അമ്മയുടെ ടീച്ചറാണോ? ഗായ്സ്, നമുക്ക് സ്കൂളിന്റെ താക്കോല് കിട്ടി. അമ്പോ, അത് നേരത്തെ വന്നപ്പോ നമ്മ കണ്ടില്ലല്ലോ. അത് കൊള്ളാം. അവിടെ ആണിയില് വെച്ചേക്കണ് താക്കോല്. ഓക്കെ, ഇനിയിപ്പോ സ്കൂൾ ഹണ്ടായിരിക്കും ഇനി നടക്കാൻ പോണത്. സ്കൂളിന്റെ കീ കിട്ടി. തുറക്കാവാതില്ലേ? Well, now the whole school is at my disposal. താക്കോല് നമുക്ക് എടുത്ത് ഇവിടെ തന്നെ വെക്കാം. തുറക്കാട്. ഓക്കെ, ഒന്നും തുറക്കാൻ പറ്റില്ല. ഓ, ഇവിടെ ഞാൻ അവൻ വന്ന് ഇവിടെ വിളിക്കാനുള്ള സ്ഥലം ഞാൻ കണ്ടുപിടിക്കണം. എനിക്ക് ആദ്യം ഇവിടെ എന്തോ ലൈറ്റർ കിട്ടി ഗൈസ്. ലൈറ്റർ, ഈ ലൈറ്റർ വെച്ചാ ബീസിനെ പോയി കത്തിക്കണോ? അങ്ങനെയാണോ? വേണ്ട, ഇവിടെ എന്തുണ്ട്? പൈപ്പ്. I need something to unscrew the bolts. വെയിറ്റ് ഗൈസ്, You can't hide forever. കിട്ടി. എനിക്ക് കണക്ഷൻ കിട്ടി. അതായത് ഇപ്പൊ ഈ പൈപ്പില്ലേ, ഈ പൈപ്പാണ് മറ്റേ ഓയിൽ ടാങ്കിന്റെ റെയിൽവേ സ്റ്റേഷനിൽ വേണമെന്ന് പറഞ്ഞത്. അവര് അടപ്പ് വേണമെന്ന് പറഞ്ഞില്ല, അത് ഈ ടാപ്പാണ്. അപ്പൊ ഈ ടാപ്പ് അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള എംറ്റി ഓയിൽ എടുത്ത് അവിടെ കൊണ്ടുപോയി നിറയ്ക്കണം. എന്നിട്ട് അത് അവിടെ കൊണ്ട് യൂസ് ചെയ്യും. അതാണ് അവിടെയാണ് സംശയം. അത് മനസ്സിലായി? അത് I മനസ്സിലായി. need something to unscrew the bolts. അപ്പൊ ഇവിടെ സ്ക്രൂ ഡ്രൈവർ വേണം ഇത് പൊളിച്ച് ഉള്ളിൽ കൂടെ പോവാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ലൈറ്ററും കിട്ടി, ഇതും കിട്ടി. അതൊക്കെ നമുക്ക് You can't hide forever. ഓക്കെ. സോ നമുക്ക് ഈ ടാപ്പ് കൊണ്ടുപോയി അവിടെ വെക്കാം. തുറക്ക്. നമുക്ക് The ടാപ്പ് basket is already full. സ്കൂളിന്റെ താക്കോല് സ്കൂളിന്റെ മുറ്റത്ത് തന്നെ ഇരുന്നോട്ടെ. പെട്ട് അവനോ നമ്മൾ ഓടിച്ചിട്ട് തല്ലാൻ വരുന്നു. നമ്മളെന്ത് കറങ്ങി പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി പോകും. എന്നിട്ട് അവിടെ എന്തിട്ടുള്ളതെന്നൊക്കെ അരിച്ച് പറക്കാം. തുറക്ക്. ഈ സമയത്ത് ഇങ്ങനെ കാണിക്കല്ലേ, പണി കിട്ടും. ഞാൻ ആ വഴി പോയി. അങ്ങോട്ട് പോക്കോ. ഷെൽട്ടർ. എന്റെ പൊന്ന്, ഇതൊക്കെ ഷെൽട്ടർ ആയിരുന്നു. അത് അറിഞ്ഞിരുന്നു. ഞാൻ ആദ്യം ഇവിടെ കയറിയിരുന്നേനെ. ഒന്ന് ഉണ്ട്. നമുക്ക് ഇതിപ്പോ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാം. ഓ, രണ്ടും ഒരേ എൻട്രൻസാ. വന്ന് ഞാൻ ആ വാതിലടച്ചതാ. അത് അവനെ തുറന്ന. അവൻ പോയി മണ്ടൻ. അവൻ ഇത് ഈ വഴി വന്ന് നോക്കാണ്ട് പോയേക്കണം. അവൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്ക് എന്തെങ്കിലും ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്ക് ഇവിടെ നിന്നായിരിക്കണം. ടെസ്റ്റ് ഉണ്ടോ? ടെസ്റ്റ് അവിടെ ഇവിടെ ഒന്നുമില്ലേ? Has been waiting for you. അഥവാ അതിന്റെ കയ്യ. A student who cut school flags and scratched the school bus is encouraged to come to direct office. ഗൈസ്, അത് നമ്മളാണ്. നമ്മളോട് ഇപ്പോൾ അവിടെ നോട്ടീസിൽ എഴുതി വെച്ചേക്കാം. നമ്മളോട് ഓഫീസിൽ, ഡയറക്ടർ ഓഫീസിലേക്ക് ചെല്ലാൻ. Waiting. കാരണം നമ്മളാണല്ലോ സ്കൂൾ ബസ് പോയിട്ട് സ്ക്രാച്ച് മുകളിൽ കൂടെ തലയിൽ കൂടെ ഒരു പ്രതീക്ഷിക്കാത്ത സംഭവം ഇപ്പൊ നടന്നത്. ഞാനത് ആലോചിക്കേണ്ടതായിരുന്നു. മൈ മിസ്റ്റേക്ക്. അമ്മേ, അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാലേ, ഞാനവിടെ പറയാൻ നിന്നു. മറ്റേ നമ്മളാണ് മറ്റേ സ്കൂൾ ബസ്സിന്റെ മുകളിൽ കൂടെ മറ്റേ വടിയൊക്കെ എടുത്ത് ഇട്ടിട്ട് നമ്മ ഈ റോപ്പും കട്ട് ചെയ്തിട്ടില്ലേ, അത് രണ്ടും ചെയ്ത ആൾക്ക് ആ കൊച്ചിനോട് ഡയറക്ടറിന്റെ ഓഫീസിൽ എത്താൻ പറഞ്ഞ അവിടെ നോട്ടീസ് അടിച്ച് വെച്ചേക്കുന്നു. സോ അതിങ്ങനെ പറഞ്ഞു വന്ന് എനിക്ക് തോന്നി വാതിൽ തുറക്കണ ഒച്ച ഞാൻ കേട്ടു. വാതിൽ തുറക്കണേൻ്റെ. എന്നിട്ട് ഞാൻ വിചാരിച്ച് നേരത്തെ വന്ന ആ വാതിൽ വന്ന, പക്ഷേ അവനപ്പുറത്തെ വാതിൽ വന്ന്
പുറകിൽ നിന്നൊന്ന് പിടിക്കുകയും ചെയ്തു. ഞാൻ പല പ്രാവശ്യം അവനോട് പറഞ്ഞിട്ടുണ്ട് പുറകിൽ നിന്നൊന്ന് പിടിക്കരുതെന്ന്. കറക്റ്റ് അങ്ങനെ തന്നെ ചെയ്തു. നല്ല അനുസരണമുള്ള കൊച്ചായതുകൊണ്ട് എന്താ ചെയ്യാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി ഇതിൻ്റെ അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിശ്വസിക്കുക. പറ്റുമോ ഇല്ലോ നോക്കാം. ഓക്കെ, സോ ഇത് കുറച്ചും കൂടി ആദ്യത്തേതിനെക്കാട്ടും കുറച്ചും കൂടി പസിൽ കൂടുതലാണ്. ഒന്നും ഇങ്ങോട്ട് മനസ്സിലാവില്ല, ഒരു സാധനം കിട്ടണമില്ല. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം നോക്കാം. സോ വീഡിയോ ഇത്ര നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി, താങ്ക് യു. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. അടുത്ത വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ നോക്കാം. ഓക്കെ, ബൈ.